ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോൺസ് ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ എരിവൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 160 ഗ്രാം പ്രോൺസ് ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഒരല്പം നാരങ്ങ നീര് വേണം. ഞാൻ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വേണം. ഇനി നമുക്ക് ഈ പ്രോൺസിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങ നീരും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചേക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിയണ വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. എന്നിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പം നമ്മുടെ പ്രോൺസ് ഫ്രൈ ഞാൻ ഇവിടെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോൺസ് ഫ്രൈ ആണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.